എന്താണ് ഒരു LDFന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയല്ലേ? കേരളത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളം ജനങ്ങളുടെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടെ കണ്ടത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് ആവശ്യമുണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ കാണാനിടയായി. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തികളെല്ലാം വിലയിരുത്തപ്പെടും. നിലമ്പൂരിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾ നല്ലവണ്ണം അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. 1-2 ദിവസം എനിക്കവിടെ ചെന്നപ്പം തന്നെ കാണാൻ കഴിഞ്ഞത് ആ ഒരു സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കാര്യമായി തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാശങ്കയുടെ വശം ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോട് തന്നെ ജയിച്ചു വരും. ഇപ്പോൾ UDF നേതൃത്വം പറയുന്നത്, KPCC പ്രസിഡന്റൊക്കെ പറയുന്നത് അടുത്ത 2026 ആകുമ്പോഴേക്കും UDF വിപുലീകരിക്കും. അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനെ. അതിൽ അവർ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഇന്ന് UDFന്റെ ഭാഗം അല്ലാതായി തീർന്നത്? അതാണല്ലോ കാണേണ്ടതായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകൾക്കൊപ്പം നിന്നൊരു പാർട്ടിയാണ്. ഏതാണ്ട് 40 വർഷക്കാലത്തോളം UDFന്റെ ഭാഗമായി തുടരുമ്പോഴും KM മാണി എടുത്ത രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ അപ്രകാരം സ്വീകരിച്ചൊരു പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഈ പാർട്ടിയെ ഈ മുന്നണിയിൽ വേണ്ട എന്ന് നിശ്ചയിച്ചതാരാ? അതാണല്ലോ കാണേണ്ടത്. ഈ പാർട്ടി തീർന്നു പോകുന്നൊരു പക്ഷേ കരുതി കാണും. പക്ഷേ ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയ ഒരു സമൂഹമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെടുത്ത സ്വീകാര്യത ഞങ്ങൾ അവരുമായി നടത്തിയ ചർച്ചകളൊക്കെ കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയായിരുന്നോ നിൽക്കുന്നവർക്ക് നീതി പുലർത്താനും സമീപസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്നും എക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് നിലപാടിൽ അടിയുറച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. തെറ്റ് തിരുത്താൻ UDF നേതൃത്വം തയ്യാറാവുകയാണ് എന്നാണോ അവരുടെ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അവർക്കൊരു തെറ്റ് പറ്റി, അത് തിരുത്താൻ അവർ തയ്യാറാണ് എന്നാണോ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്? അല്ല, അതല്ലല്ലോ ഇതിനകത്തെ പ്രശ്നം. തെറ്റുതിരുത്തലും കാര്യങ്ങളൊക്കെ മറ്റു തലങ്ങളിലല്ലേ, പൊതുപ്രവർത്തന രംഗത്തോ രാഷ്ട്രീയ നിലപാടുകളിലോ അല്ലല്ലോ അത് കാണിക്കേണ്ടത്. അങ്ങനെ ആരെയും തെറ്റ് തിരുത്തുമ്പോഴും അല്ലാത്ത സമയങ്ങളിലെല്ലാം തീരുമാനങ്ങൾ മാറ്റി മറിച്ചു എടുക്കാൻ കഴിയുന്നൊന്നല്ലല്ലോ പൊതുരംഗത്തായ ജനസേവനം. ഇത് നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നതല്ലേ. ഈ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സ്ഥിതിയും കേരള കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. ഉറച്ചു നിൽക്കും LDF. അത് തുടർച്ചയായി ഇതല്ലേ കാണുന്നത്. ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാകാൻ തന്നെ ഞങ്ങളുടെ വരവ് കാരണമായെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. ആ നിലപാട് മലയോരത്തിനും തീരദേശത്തിനും ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുമെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലുമെല്ലാം വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പാർട്ടി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് പാർട്ടി ചെയർമാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കെ എന്നാണ്. ഞാൻ ആ നിലയിൽ ധിക്കാരപരമായി പറയുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സാഹചര്യങ്ങളും അവസ്ഥയും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇനി മുന്നണി മാറേണ്ടി വരുന്നത്, അതൊരു പ്രധാന വിഷയമല്ലേ. അതിലവർക്ക് പ്രായശ്ചിത്തമുണ്ട് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങളെ മുന്നണി വിട്ടുപോയതല്ല, ഞങ്ങളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞങ്ങൾ എന്തിനാണ് ഇന്ന് ഈ മുന്നണി വിടുന്നത്? ഞങ്ങളെ സ്വീകരിച്ച ഒരു മുന്നണി, ഞങ്ങൾ തീർന്നു പോകുന്ന കരുതിയ ഒരു പ്രസ്ഥാനം, അതല്ലല്ലോ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പാർട്ടി എടുത്ത തീരുമാനം പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.